വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ശാന്തമായി വചനം ഗ്രഹിക്കുവാനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് ആദിയിൽ വചനമായിരുന്നു, വചനം മാംസം ധരിച്ചു മനുഷ്യനായി. മനുഷ്യനായവൻ അപ്പമായി ഞങ്ങളുടെ കൂടെ വസിക്കുന്നു. ഇന്നും ജീവിക്കുന്ന ഈശോയെ, അങ്ങയുടെ സ്വരം കേൾക്കുവാനും അങ്ങയെ കാണുവാനും അങ്ങയുടെ മഹത്വം അനുഭവിക്കുവാനും ബലഹീനരും പാപികളുമായ ഞങ്ങൾക്ക് കൃപ തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ മണിക്കൂറിൽ അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ മേൽ നിറയട്ടെ. പരിശുദ്ധാത്മാവായ ദൈവം ആത്മാവും ജീവനുമായ വചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു നൽകട്ടെ. അതുവഴി ഞങ്ങൾ സൗഖ്യവും വിടുതലും അഭിഷേകവും പ്രാപിക്കുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമായിരിക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈശോയെ തൊട്ടനുഗ്രഹിക്കണം. ഈ ശുശ്രൂഷ അവിടെ നിന്ന് ഏറ്റെടുക്കണമേ. അങ്ങയുടെ നാമത്തിൽ പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സ്വർഗത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ പൂർവപിതാവായ അബ്രാഹത്തിന് ദൈവം നൽകുന്ന 7 വാഗ്ദാനങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, അബ്രഹാം ജനതകളുടെ പിതാവാണ്. ക്രിസ്തുവിന് ഏതാണ്ട് 1900 വർഷങ്ങൾക്ക് മുമ്പാണ്
അബ്രഹാം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ബൈബിൾ എഴുതപ്പെടുന്നത് ക്രിസ്തുവിന് ഏതാണ്ട് 800-900 വർഷങ്ങൾക്ക് മുമ്പാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായ കർത്താവ് ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കേണ്ടതിന് അബ്രാഹത്തിലൂടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് ഒരു വലിയ ജനതയുടെ രൂപവൽക്കരണത്തിന് കാരണമാവുകയും ആ ജനതതി തലമുറയായി പകർന്നു നൽകപ്പെട്ട് സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ തങ്ങളുടെ പൂർവ്വപിതാവിന് ദൈവം നൽകിയ വാഗ്ദാനത്തെ ലിഖിത രൂപത്തിലാക്കിയതാണ് ഈ 12-ാമത്തെ അധ്യായത്തിൽ. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ഏതാണ്ട് 1000-ലധികം വർഷങ്ങൾ വാമൊഴിയായി പകർന്നു നൽകപ്പെട്ട വിശ്വാസത്തെ വരമൊഴിയാക്കി മാറ്റിയത് ഉൽപ്പത്തി 12 എഴുതപ്പെടുമ്പോൾ അന്നത്തെ ജനം, ആ ജനത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അവരുടെ തലമുറകളിലൂടെ നൽകപ്പെട്ട ബോധ്യം ഇവിടെ നമുക്ക് വരും തലമുറയ്ക്കായി എഴുതി നൽകിയിരിക്കുമ്പോൾ അബ്രാഹത്തോട് ദൈവം പറയുന്നു, നീ നിൻ്റെ ദേശത്തെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ദേശത്തെ മാത്രമല്ല, ബന്ധുക്കളെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ട് ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തെ അനുസരിക്കുക. ബൈബിളിൽ നമ്മൾ പ്രത്യേകമായ യാതൊരു മാനദണ്ഡവും കാണുന്നില്ല. നോഹയെക്കുറിച്ച് പറയുമ്പോൾ ആ തലമുറയിൽ കളങ്കമറ്റ മനുഷ്യനായി നോഹയെ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ അബ്രാഹത്തെക്കുറിച്ച് പ്രത്യേക വിശേഷണങ്ങളൊന്നുമില്ല. ദൈവത്തിന് അബ്രാഹത്തെ ഇഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ ദൈവം വിളിച്ചു. അബ്രാഹത്തിൻ്റെ യോഗ്യത പൗലോസ്ലീഹായും യാക്കോബുസ്ലീഹായും ഒക്കെ ലേഖനങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവൻ്റെ വിശ്വാസവും ഇസ്ഹാക്കിനെ ബലികഴിച്ചവൻ്റെ പ്രവൃത്തിയുമൊക്കെ അവനെ നീതീകരണത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ അബ്രാഹം വിളിക്കപ്പെട്ട സമയത്ത് നീതീകരിക്കപ്പെട്ടവനായിരുന്നില്ല. എന്നാൽ പിന്നീട് അവൻ്റെ വിശ്വാസത്തിലൂടെയും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തികളിലൂടെയും അവൻ നീതീകരിക്കപ്പെടുന്നു. ഗോഡ് does not call the qualified, but he qualifies the called. ദൈവം യോഗ്യരായവരെ അല്ല വിളിക്കുക, പിന്നെയോ വിളിച്ചവരെ അവൻ യോഗ്യരാക്കി മാറ്റുകയാണ്. ഇത് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അബ്രാഹം ഒരു പ്രതീകമായി നിലകൊള്ളുകയാണ്. ഒരു വലിയ ജനതയുടെ പ്രതീകമാണ്. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ പൂർവ്വപിതാക്കന്മാർ അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ്, ഗോത്രപിതാക്കന്മാർ 12 പേര്. ഈ ജനതയുടെ ആരംഭമാണ് അബ്രാഹത്തിൽ. ഇത് പഴയ നിയമത്തിലെ ഇസ്രായേലായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ജനതയുടെ തുടർച്ചയാണ് തിരുസഭ. തിരുസഭാ മക്കളായ നമ്മൾ ഓരോരുത്തരും അബ്രാഹത്തിന് നൽകപ്പെട്ട വാഗ്ദാനം സ്വീകരിച്ചവരാണ്. ഇസ്രായേൽ ജനം അബ്രാഹത്തിന് നൽകപ്പെട്ട വാഗ്ദാനം തങ്ങൾ സ്വീകരിച്ച് 1000-ലധികം വർഷങ്ങൾ ജീവിച്ചതിന് ശേഷമാണ്, ഈ വാഗ്ദാനത്തിൻ്റെ അനുഭവത്തിലാണ് ഉൽപ്പത്തി ഗ്രന്ഥകാരൻ ഉൽപ്പത്തി പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ഇന്ന് ക്രിസ്തുവിനെ തുടർന്ന് അബ്രാഹത്തിന് മുമ്പേ ഞാനുണ്ടായിരുന്നു എന്ന് യേശു സാക്ഷ്യപ്പെടുത്തുമ്പോൾ അബ്രാഹവും എൻ്റെ ദിനങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചവൻ കണ്ടു. അതെ, മലമുകളിൽ മുള്ളുകൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്നൊരു കുഞ്ഞാടിനെ അവൻ കണ്ടത് കാൽവരി മലയിൽ കുരിശിന്മേൽ ബലിയായിത്തീരുന്നൊരു കുഞ്ഞാടായ യേശു ക്രിസ്തുവിനെയാണ്. ഈ ഒരു ബോധ്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ജനതയുടെ തുടർച്ചയാണ് ഞാനും നിങ്ങളും സഭ, നമ്മൾ ഓരോരുത്തരും. ഇവിടെയാണ് ഈ ഒരു കാഴ്ചപ്പാടിൽ ഈ 7 വാഗ്ദാനങ്ങൾ എനിക്കും നിങ്ങൾക്കും നൽകപ്പെട്ടതാണ്. ഈ 7 വാഗ്ദാനങ്ങൾ ഇന്ന് സഭയ്ക്ക് നൽകപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കാതിരിക്കാൻ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ അവനെ കൊണ്ടാവുന്ന എല്ലാ കെണികളും നമ്മുടെ മേൽ നിവൃത്തി വരുത്തുവാൻ ഇടവരുത്തുമെന്ന മുന്നറിയിപ്പ് കൂടി നാം ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ഒന്നാമത്തെ വാഗ്ദാനം? അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ വലിയ ഒരു ജനതയാക്കും. നിന്നെ ഞാൻ വലിയ ഒരു ജനതയാക്കും. ഒരു വ്യക്തിയോട് പറഞ്ഞു, നിന്നെ ജനതയാക്കും, വർദ്ധിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവത്തിൻ്റെ ഒരു സമൃദ്ധിയെക്കുറിച്ചാണ്. കടൽ കരയിലെ മണൽത്തരി പോലെയും
ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ജനതയെ വളർത്തും. ഇന്ന് നമുക്കറിയാം, ഇസ്രായേൽ ജനം വലിയൊരു ജനമായി. തിരുസഭ ഇന്ന് പടർന്ന് പന്തലിച്ചു, ജനം വളർന്നു. ഏതാണ്ട് പല റീത്തുകളിലായി, പല സഭാവിഭാഗങ്ങളിലായി കോടിക്കണക്കിന് മക്കൾ ഇന്ന് വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ച് ലോകത്ത് ജീവിക്കുന്നുണ്ട്. വലിയ ജനത തന്നെയാണ് നമ്മൾ. ഒരുപക്ഷേ ശതമാനക്കണക്കിൽ നമ്മൾ താഴെയാണെങ്കിലും വിശ്വാസത്തിൻ്റെ ദീപം തെളിയിക്കുന്നതിൽ, അല്ലെങ്കിൽ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ പോലും യേശുവിനെ അറിയുന്ന, യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുള്ള വലിയ ജനം ഇന്ന് ലോകത്തിലുണ്ട്. വിശ്വാസത്തിലൊരു വലിയ ജനതയാണ്. രണ്ടാമത്തെ വാഗ്ദാനമോ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, ഇത് അബ്രാഹാം എന്ന വ്യക്തിക്ക് കൊടുത്ത വാഗ്ദാനത്തേക്കാൾ ഇന്ന് സഭയ്ക്ക് നൽകപ്പെട്ടൊരു വാഗ്ദാനമാണ് എന്ന വെളിച്ചത്തിൽ നിങ്ങൾ ഈ വചനത്തെ ഒന്ന് വായിച്ച് സഭയോട് പറയുകയാണ്, സഭയെ ഞാൻ അനുഗ്രഹിക്കും, സഭയുടെ നാമം ഞാൻ മഹത്തമമാക്കും, അങ്ങനെ സഭ ഒരു അനുഗ്രഹമായിരിക്കും. സഭയെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, സഭയെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. സഭയിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആനുകാലിക സാഹചര്യങ്ങൾ നാം വിലയിരുത്തുമ്പോൾ ഈ അനുഗ്രഹങ്ങൾ അബ്രാഹത്തിന് മാത്രം കൊടുത്തതല്ലല്ലോ, ജനതകൾക്ക് മാത്രം കൊടുത്തതല്ലല്ലോ. ഭൂമുഖത്തെ ജനതകൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നത് അബ്രാഹത്തിലൂടെയാണ് എന്ന് ക്രിസ്തുവിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിന് ശേഷം 2000 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്നും ഭൂമുഖത്തെ ജനതകൾ അനുഗ്രഹിക്കപ്പെടുന്നത് തിരുസഭയിലൂടെയാണ്. ജനതകൾക്ക് അതല്ലേ രണ്ടാം വത്തിക്കാൻ കൗൺസില് ലൂമൻ ജെൻസിയം എന്ന് പറയുന്ന പ്രമാണരേഖ പുറത്തിറക്കി സഭയെ വിശേഷിപ്പിച്ചത് സഭ ജനതകളുടെ പ്രകാശമാണ്. ഈ ഭൂമുഖത്തുള്ള സകല ജനപദങ്ങളും രക്ഷയിലേക്ക് കടന്നു വരുന്നത് സഭയിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ സാത്താൻ്റെ തന്ത്രം എന്തിനാണ്? ഈ സഭ ജനതകൾക്ക് അനുഗ്രഹമാകാതിരിക്കുക, സഭയെ കെടുത്തുക, സഭയുടെ പ്രകാശം കെടുത്തുക, സഭയുടെ ജ്വലനം മന്ദീഭവിപ്പിക്കുക. ഇതിന് ഉതകുന്നതായ പ്രവർത്തനങ്ങളാണ് സാത്താൻ അവൻ്റെ തന്ത്രത്തിൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തന്ത്രത്തിൽ നിർഭാഗ്യവശാൽ സഭയുടെ ശബ്ദമായി മാറേണ്ടവർ പോലും വീണുപോകുന്നു എന്നതാണ് വളരെ ദയനീയമായ കാര്യം. സഭയ്ക്ക് നൽകിയ വാഗ്ദാനം എന്താ? നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. ജനതകൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നത് സഭയിലൂടെയാണ്, ജനതകൾ മുഴുവൻ ശപിക്കപ്പെടുന്നതും സഭയെ ശപിക്കുന്നതിലൂടെയാണ്. അപ്പോൾ പിശാചിൻ്റെ തന്ത്രം എന്താണ്? സഭയെ ശപിക്കാൻ, സഭയെ കുറ്റം പറയാൻ, സഭയെ അവഹേളിക്കാൻ ജനങ്ങൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുക. ഈ അവസരങ്ങൾ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് സഭയ്ക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നത്? എന്തുകൊണ്ടാണ് സഭയിലെ കുറവുകളെ പെരുപ്പിച്ചു കാട്ടി മാധ്യമങ്ങളൊക്കെ മാധ്യമ വിചാരണ നടത്തുന്നത്? ഈ വിചാരണയിലൂടെ ഇത് കേൾക്കുന്ന ജനം മുഴുവൻ സഭയെ ശപിക്കണം, എന്നാലേ അവർ ശപിക്കപ്പെട്ടവരായി മാറൂ, അവരെ പിശാചിന് കിട്ടുകയുള്ളൂ. ഈ ഒരു കെണി അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കണം. സഭയിൽ ജനതകൾക്ക് പ്രകാശമാകേണ്ട സഭയിൽ ലക്ഷക്കണക്കിന് വൈദികരും സമർപ്പിതരും അൽമായ ശുശ്രൂഷകരും യേശുവിന് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച് യേശുവിന് വേണ്ടി രക്തസാക്ഷികളാകാൻ സന്നദ്ധരായി വിശുദ്ധിയുടെ പാതയിലൂടെ ഈ പ്രകാശം ലോകത്തിന് പരത്തുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ജനത്തെ മുഴുവൻ ശപിക്കപ്പെട്ടവരാക്കി മാറ്റാൻ പിശാച് കണ്ടുപിടിച്ച ഏറ്റവും വലിയ സൂത്രപ്പണിയാണിത്. കുറവുകൾ ഇല്ലാത്തവരാരുമില്ല. പൂർവ്വപിതാവായ അബ്രാഹത്തിന് കുറവുകളില്ലായിരുന്നു. അബ്രാഹം ദൈവം കൊടുത്ത വാഗ്ദാനം എന്തായിരുന്നു? വാഗ്ദാനം, ഞാൻ നിന്റെ ഭാര്യ സാറായിൽ നിനക്കൊരു പുത്രനെ നൽകും,
25 കൊല്ലത്തെ കാത്തിരിപ്പ് അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചുവെങ്കിൽ പോലും സാറായുടെ ബുദ്ധി അതിന് സമ്മതിച്ചില്ല. സാറ അവളുടെ ദാസിയായ ഹാഗാറിലൂടെ ഇസ്മായേൽ എന്ന മകന് ജന്മം നൽകാൻ അബ്രാഹത്തെ പ്രേരിപ്പിച്ചു. അബ്രാഹം അതിന് വഴങ്ങി. എന്നാൽ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നീ ഇസ്മായേലിനെ പുറന്തള്ളണം. ഇസ്മായേലിനെ പുറന്തള്ളിയിടത്താണ് ദൈവം അബ്രാഹവുമായി വാഗ്ദാനം ഉടമ്പടി ചെയ്യുന്നത്. അപ്പോൾ അബ്രാഹത്തെ ഇസ്മായേൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ ദൈവം പഴി പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടില്ല. അവൻ്റെ കുറവിനെ പരിഹരിക്കുന്നവനാണ് ദൈവം. അതിലും അവിടെയും അനുഗ്രഹം വർഷിക്കുന്നവനാണ് ദൈവം. പൂർവ്വപിതാക്കന്മാർക്ക് പഴയ നിയമ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ദാവീദിന് തെറ്റ് പറ്റിയിട്ടില്ലേ? 51-ാം സങ്കീർത്തനം ദാവീദിൻ്റെ പാപഭാരത്താൽ ദാവീദ് ഉരുവിടുന്ന സങ്കീർത്തനമല്ലേ? അപ്പോസ്തലനായ പത്രോസിന് തെറ്റുപറ്റിയിട്ടില്ലേ? പൗലോസ്ലീഹായ്ക്ക് തെറ്റുപറ്റിയിട്ടില്ലേ? പൗലോസ്ലീഹായുടെ പൂർവ്വകാല ചരിത്രം പറഞ്ഞുകൊണ്ട് പൗലോസിൻ്റെ സുവിശേഷ പ്രഘോഷണത്തെ തടസ്സപ്പെടുത്താനായി ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പൗലോസിലൂടെ ഉണ്ടായ ഈ വലിയ ദൈവരാജ്യ വളർച്ച സഭയിലുണ്ടാകുമായിരുന്നില്ല. പത്രോസ് ധൈര്യപൂർവ്വം സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് മാധ്യമ വിചാരണക്കാരെ പോലെ നീ ഒരു വേലക്കാരിയുടെ മുമ്പിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞവനല്ലാടാ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പത്രോസിന് ഈ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കാനാകുമായിരുന്നില്ല. തിന്മകളെ ന്യായീകരിക്കുകയല്ല, മറിച്ച് കുറവുകളെ പരിഹരിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന സത്യം നാം തിരിച്ചറിയണം. അപ്പോൾ സഭയിൽ മനുഷ്യരായ ബലഹീനരായ മനുഷ്യരാലാണ് സഭ രൂപവൽക്കരിക്കപ്പെട്ടതെങ്കിൽ മാനുഷികമായ ബലഹീനതകളും സഭയിലുണ്ടാകും. പക്ഷേ ഈ ബലഹീനതകളെ ബലപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. കുറവുകളെ സദാ പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ, ദൈവത്തിൻ്റെ ഈ കരത്തിൻ്റെ കീഴിൽ അവൻ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നുള്ള ബോധ്യത്തോടെ നിൽക്കുവാൻ സഭാതനേരായ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും ശപിക്കപ്പെട്ടവരാകരുത്. സഭയെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കും. സഭയെ അനുഗ്രഹിക്കുന്നവൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ ഈ 7 വാഗ്ദാനങ്ങളിൽ അത് അബ്രാഹത്തിന് മാത്രമുള്ളതല്ല, അബ്രാഹത്തിലൂടെ രൂപപ്പെടുന്ന ജനതയ്ക്ക് മാത്രമുള്ളതല്ല, ഭൂമുഖത്തെ സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഒപ്പം ഇത് അബ്രാഹത്തെ ശപിക്കുന്നവർക്ക് വേണ്ടി കൂടിയുള്ളതാണ്. ശപിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ശാപം തന്നെയാണ്. അതുകൊണ്ട് ജാഗരൂകതയോടുകൂടി നമുക്കായിരിക്കാം. സഭയുടെ ഈ വാഗ്ദാനങ്ങൾ ഞാനും നിങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. എപ്പോഴാണ് നമ്മൾ അനുഗ്രഹമായി മാറുന്നത്? നിന്നിലൂടെ ജനതകൾ അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമായി മാറും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, മാമോദീസായിലൂടെ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗമായ നമ്മളെ ഓരോരുത്തരെയും കുറിച്ചാണ് ഈ വചനം പറയുന്നതെങ്കിൽ നമുക്കൊന്ന് ആത്മശോധന ചെയ്തുകൂടെ? നാം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാനായി നമ്മുടെ കണ്ണിലെ തടിക്കഷ്ണം കാണാതെ ഓടി നടക്കുമ്പോൾ ഞാനൊരു അനുഗ്രഹമാണോ? എൻ്റെ കുടുംബത്തിന് ഞാനൊരു അനുഗ്രഹമാണോ? എൻ്റെ ജോലിസ്ഥലത്ത് ഞാനൊരു അനുഗ്രഹമാണോ? എൻ്റെ ഇടവകയിൽ ഞാനൊരു അനുഗ്രഹമാണോ? എന്നെ മറ്റുള്ളവർ അനുഗ്രഹിക്കുന്നതിലൂടെ അവർ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ? അതോ എന്നെ ശപിക്കുന്നതിലൂടെ അവർ ശപിക്കപ്പെട്ടവരായി മാറുന്നുണ്ടോ? എൻ്റെ പല പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ശാപ കാരണമാകുന്നുണ്ടോ? അവർക്കെന്നെ ശപിക്കാൻ പ്രേരണ നൽകും വിധമുള്ള പ്രവർത്തനമാണോ എന്നിലൂടെ നടക്കുന്നത്? എങ്കിൽ ഞാൻ മറ്റ് ജനതകൾക്ക് കൂടി ശാപത്തിന് കാരണക്കാരിയായി മാറുകയാണ്. ഈ ഒരു ബോധ്യം ഉണ്ടാവണം. അതുകൊണ്ട് നമ്മളിലേക്കാണ് തിരിയണ്ടേ. സഭയിലെ മക്കളെന്ന നിലയിൽ, പുരോഹിതൻ എന്ന നിലയിൽ ഞാനും, ആത്മായ സഹോദരങ്ങളെന്ന നിലയിൽ നിങ്ങളും, സമർപ്പിതരുമൊക്കെ ചിന്തിക്കേണ്ടത് അവനവനിലേക്കാണ്. ഈ 7 വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്നിലൂടെ ഭൂമുഖത്തെ ജനതകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ? ഞാനായിരിക്കുന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ? അതോ എൻ്റെ വിശ്വസ്തതയില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ, എൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഇല്ലാത്തതിലൂടെ, എൻ്റെ വിദ്വേഷവും വെറുപ്പും പകയും അന്ധകാരവും നിറഞ്ഞ പ്രവണതകളിലൂടെ മറ്റുള്ളവർ എന്നെ ശപിക്കാൻ ഇടവരുന്നുണ്ടോ? എന്നെ ശപിക്കുന്നവരെ ദൈവം ശപിക്കുന്ന എനിക്ക് വാഗ്ദാനം കിട്ടിയിരിക്കുന്നേ.
അപ്പം ഞാനൊരു ശാപകാരണമാകരുത് എന്ന് ചിന്തിക്കാൻ നമുക്ക് തിരിച്ചറിവിന് ഈ വചനം പ്രേരണമാകട്ടെ. അബ്രാഹാം നമ്മുടെ ഓരോരുത്തരുടെയും പിതാവാണ്. അബ്രാഹാം നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമാണ്. അബ്രാഹത്തിലൂടെ അനുഗ്രഹം നാം സ്വീകരിച്ചു. നമ്മളിലൂടെ ഈ അനുഗ്രഹം ഭൂമുഖത്തുള്ള സകല ജനപദങ്ങളും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കണം. ഒരിക്കലും മറ്റുള്ളവർക്ക് ശാപകാരണമായി ഞങ്ങളെ മാറ്റരുതേ. ഒരാൾക്ക് പോലും ഞങ്ങളെ ശപിക്കാൻ ഇടയാകും വിധമുള്ള പ്രവർത്തനം ഞങ്ങളിൽ നിന്ന്, പഴി പറയാൻ ഇടയാകുന്ന വിധത്തിലുള്ള പ്രവർത്തനം ഞങ്ങളിൽ നിന്ന് സംഭവിക്കാതിരിക്കട്ടെ. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കോട്ട കെട്ടണമേ. സഭയെ കോട്ട കെട്ടണമേ. സഭാ ശുശ്രൂഷകരെ കോട്ട കെട്ടണമേ. സഭയെ ജ്വലിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കണ്ണുകളടച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തിരുസഭയെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഭാ ശുശ്രൂഷകരെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തുള്ള എല്ലാ ജനപദങ്ങളും അനുഗ്രഹിക്കപ്പെടും. കർത്താവേ, ഈ മഹിമയേറിയ വാഗ്ദാനം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അബ്രാഹത്തിലൂടെ ഈ വാഗ്ദാനം ഇസ്രായേലിന് നൽകി. ഈ വാഗ്ദാനം തിരുസഭയ്ക്ക് നൽകി. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി. ഈ കാലഘട്ടത്തിൽ കർത്താവേ, സാത്താന്റെ കെണികളെ പരാജയപ്പെടുത്തുവാൻ ജനതകൾക്ക് മുഴുവൻ അനുഗ്രഹമായി മാറേണ്ട സഭയെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. കർത്താവേ, സഭയെ അനുഗ്രഹിക്കുവാൻ അനേകരെ ഒരുക്കണമേ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനേകരെ ഒരുക്കണമേ. കർത്താവേ, സഭയെ ശപിക്കുവാൻ ഇടയാക്കരുതേ. സഭയെ പഴി പറയുവാൻ ഇടയാക്കരുതേ. കുറവുകളെ പരിഹരിക്കുന്ന കർത്താവിൻ്റെ കൃപയാൽ ഈ കുറവുകൾ പരിഹരിക്കപ്പെടുവാൻ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ജനം മുഴുവൻ ഒരുമിച്ച് കൂടുവാൻ കർത്താവെ അവിടെ നൽകിയ വിശുദ്ധ നിക്ഷേപങ്ങൾ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഇസ്രായേൽ ജനത്തെ പോലെ, ദേവാലയം സംരക്ഷിക്കപ്പെടാൻ പ്രാർത്ഥിച്ച ജനത്തെ പോലെ സഭ സംരക്ഷിക്കപ്പെടാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയെ കാത്തു പരിപാലിക്കണമേ. സഭയുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലങ്കയെ നീട്ടണമേ. മക്കളായി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. സഭയെ അവിടുത്തെ പരിശുദ്ധിയാൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. കർത്താവിൻ്റെ കുരിശിലേക്ക് നമ്മളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കുരിശിൽ ചിന്തിയ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയിൽ കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഭൂമുഖത്തെ സകല ജനതകൾക്കും അനുഗ്രഹമായി സഭ മാറട്ടെ. സഭയുടെ ശുശ്രൂഷകൾ അനുഗ്രഹമായി മാറട്ടെ. സഭയുടെ പ്രബോധനങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. സഭാമക്കളായി ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ആയിരിക്കുന്നതിൽ അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. Praise the Lord. Hallelujah. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.